നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. പാചക ലോകത്തെ റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. അതായത് ഞാൻ അങ്ങനെ ചുമ്മാ പറഞ്ഞതല്ല, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഇനി നമുക്ക് വേണ്ടി ഒരുപാട് വിഭവങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരാളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ആരാന്ന് നമുക്ക് പരിചയപ്പെടാം. ചേച്ചി പറയൂ, ഇന്ന് നമ്മൾ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയാണ്. അത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പം ഉണ്ടാക്കാം. ചിക്കൻ കറി എളുപ്പം ഉണ്ടാക്കാം. പിന്നെ പെട്ടെന്നൊരു വിരുന്നുകാർ വന്നാലും അങ്ങനെ എളുപ്പം ഉണ്ടാക്കാം. അത് ടേസ്റ്റി ഉണ്ട്. പിന്നെ എൻ്റെ മോന് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്. അവനൊത്തിരി നല്ലത് ഇഷ്ടമാണ് അത് ചിക്കൻ കറി. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചിക്കൻ കറി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ വെക്കാതെ ഞാൻ തരും. അപ്പൊ ആൻസി ചേച്ചി, നമുക്ക് എന്തൊക്കെയാണ് ചിക്കൻ കറിക്ക് വേണ്ട സാധനം? വെളിച്ചെണ്ണ, പിന്നെ കടുക്, പെരുംജീരകം, പിന്നെ മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, വേരുവെള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, തക്കാളി ചെറിയ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ മുറിക്കണല്ലേ? വേണം. അതിപ്പം നമ്മൾ സ്ലൈസ് ആയിട്ട് മുറിച്ചിട്ടുള്ള 10 വെല്ലുള്ളി. 2 കിലോ ചിക്കന് 10 വെല്ലുള്ളി. 2 കിലോ ചിക്കൻ ആണെങ്കിൽ 10 വെല്ലുള്ളി. 1 കിലോയ്ക്കാണെങ്കിൽ 5. ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ അപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ടാണ് ചേർക്കാതെ വെക്കാം. പക്ഷെ ഞാൻ ഇന്ന് ചേർക്കുന്നത് പിന്നെ പാൽ ഒഴിച്ചിട്ടാണ്. സ്പെഷ്യൽ ചേരുവയാണ് ചേച്ചിയുടെ. ചേച്ചി ചിക്കൻ കറി ചേച്ചി ഉണ്ടാക്കിക്കോ, ഞാൻ ടേസ്റ്റ് നോക്കാനാകുമ്പോൾ സമയത്ത്. അപ്പം നമുക്ക് ചിക്കൻ കറിയിലേക്ക് പോവാം. ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് 10 സവോള സൈസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വാട്ടി എടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ചൂടായി, ഞാൻ സവോള ഇടുവാണ്. വരുന്നുണ്ട്. പിന്നെ ഇതൊരു കുറച്ച് നേരം കൂടെ ഒന്ന് മൊരിയണം, നന്നായിട്ട് മൊരിയണം ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞെങ്കിലാണ് നമുക്ക് നല്ല ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് വരുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് മൊരിഞ്ഞാൽ. ഇത് ഇപ്പം നന്നായിട്ട് ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഉള്ളി ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നന്നായിട്ടുള്ള ടേസ്റ്റും ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ ഒരു കഷ്ണം പോലും ഉള്ളീൻ്റെ കറിയിലുണ്ടാവില്ല. ഫുള്ളും അലിഞ്ഞ് കറിയിലേക്ക് ചേരും. അപ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് വഴന്ന് വന്നിട്ടുണ്ട്, ഞാൻ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇപ്പം ഉള്ളി കോരി എടുത്തതിൻ്റെ ബാക്കി കുറച്ച് എണ്ണ ഇതിനകത്തുണ്ട്. അപ്പം എനിക്കൊരു കുറച്ച് എണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കണം. ഒഴിച്ച് ചൂടായി. ഇനിയിപ്പോൾ ഞാൻ കടുക് ഇടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ കറി വെക്കാനുള്ള മസാല എല്ലാം റെഡിയാക്കാൻ പോവുകയാണ്. കടുക് പൊട്ടി തീർന്നു. ഇനി 1 സ്പൂണ് പെരുംജീരകം പൊട്ടി. ഇനി ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ്. ഇനി വെളുത്തുള്ളി ഒരു 2 സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി അതേപോലെ തന്നെ ഇഞ്ചി ഒരു 2 സ്പൂണ്. അതേപോലെ കരിവേപ്പില ഒരു ചെറിയ പിടി. ഇത് നന്നായിട്ട് വഴന്ന് വരണം. ഇപ്പം ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇട്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അന്നേരം ഈ തക്കാളി ഒരു വലിയ തക്കാളിയാണ്. ചെറുതാക്കി അരിഞ്ഞ് തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് തക്കാളിയും വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ മസാല ചേർക്കുന്നത്. അപ്പോൾ ഈ തക്കാളീൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം ഇതിനകത്തേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേരണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാൻ പോവുകയാണ്. 5 സ്പൂണ് ചിക്കൻ മസാല, ഇനി ഒരു
ചെറിയ ടീസ്പൂൺ 2 ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 3.5 സ്പൂണ്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, ഇതൊരു 3 സ്പൂണ്. കുരുമുളക് പൊടി ഒരു 2 സ്പൂണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. മസാല മൂത്ത് വന്നിട്ടുണ്ട്. മസാല ഇതേ കളറാകണം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 കിലോ ചിക്കനാണ്. ഇത് വിനാഗിരി ഒഴിച്ചാണ് ഞാൻ കഴുകിയത്. വിനാഗിരി ഒഴിച്ച് കഴുകി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തിട്ട് കഴുകിയാലും ആ ചിക്കൻ്റെ ഒരു മണം ഉള്ളതൊക്കെ പോയിക്കോളും. അപ്പോൾ ഇപ്പം ഞാൻ കഴുകിയിരിക്കുന്നത് പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടാണ്. അപ്പോൾ 2 കിലോ ചിക്കനാണ് ഞാൻ ഇത് മസാലയിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിപ്പോൾ മസാലയിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഇത് നമ്മൾ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമിയാൽ കഷ്ണത്തിലേക്ക് ഈ മസാല എല്ലാം പിടിച്ചോളും. ഇപ്പം ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഉള്ളി വാട്ടാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് പിന്നെ ബാക്കി ചേർത്താൽ മതി. ഇതുണ്ടോ, ഇപ്പം ഈ മസാല ചിക്കനിലേക്ക് പിടിച്ച് നന്നായിട്ട് തേച്ച് പിടിച്ചിപ്പം ഇതിൻ്റെ കളറ് കണ്ടോ. അപ്പം നന്നായിട്ട് തന്നെ ഉപ്പും കൂടെ കൂട്ടിയിട്ടും നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇത് പല നാട്ടിലും പല പേരാണ് ഇതിന് പറയുന്നത്. ഇതിന് ഇവിടെ പറയും, ഞങ്ങൾ പറയും ബിരിയാണി ഇല എന്ന് പറയും, ചിലർ പറയും രമ്പ എന്ന് പറയും. അങ്ങനെ ഇത് ഇടണമെന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ ഇട്ടത്. ഇട്ടാൽ വേറൊരു ടേസ്റ്റ് വരും. ഇതിലേക്ക് ഞാൻ ഇനി ആവശ്യമുള്ള വെള്ളം ചേർക്കാൻ പോവുകയാണേ. ഇത് പിന്നെ ചൂടുവെള്ളമാണ്, തിളച്ച വെള്ളമാണ്. ചൂടുവെള്ളം എന്തുകൊണ്ടാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് പച്ചവെള്ളം ചേർക്കുന്നതിന് കഴിഞ്ഞ് നല്ലതാണ്, വേറൊരു ടേസ്റ്റ് ഉണ്ടാകും. പച്ചവെള്ളം ചേർക്കുമ്പോൾ വേറെ ഒരിതാണ്, തിളച്ച് വരാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചൂടുവെള്ളം ചേർക്കുന്നു. ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ ചിക്കൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി, ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ വഴറ്റി വെച്ച ഉള്ളി ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ ഉള്ളി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി പിന്നെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിന്നെ ചേർക്കാനുണ്ട്. അപ്പോൾ ഈ കൂടെ തന്നെ ഞാൻ ഒരു കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്, കുറച്ച്. ബാക്കി ഇത് അവസാനം ചേർക്കാനുള്ള. ഇപ്പം നമ്മുടെ മസാലേൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 5 മിനിറ്റ് കൂടെ മൂടി വെക്കുകയാണ്. ഉള്ളി ചേർത്തതിൻ്റെ ഇതെല്ലാം ഒന്ന് പിടിക്കാനുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പം ഏകദേശം 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇപ്പം ഉപ്പും എല്ലാ സാധനവും ഉണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പം നമുക്കിനി തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പം ഒരു തേങ്ങേൻ്റെ പാലാണ് ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത്. ചെറിയ തേങ്ങയായിരുന്നു, അതുകൊണ്ടാണ് ഒരു തേങ്ങേൻ്റെ ഇതെടുത്തത്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകണം, ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് ഇതാവണം. ഇനി ഇതിനകത്തേക്ക് കരിവേപ്പില, പിന്നെ കരിവേപ്പില മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പം ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ തന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം മോളെ അലീനെ, ഹലോ, നല്ല മണം. ഞാൻ
മണം കേട്ടിട്ടാണ് ഞാൻ വന്നത്. ആണോ, ഓർമ്മയായിരുന്നോ? പിന്നെ എല്ലാം എന്തെങ്കിലും താ കഴിക്കാൻ. ഈ ആൻസിയാനി ഉണ്ടല്ലോ ഇടയ്ക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരും, നല്ല ടേസ്റ്റ് അതിന്. ലൈക്ക് ഹോട്ടലിനെക്കാട്ടും ടേസ്റ്റാ. ആൻസിയാനിയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് കുറേ ഫാൻസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും ഇടയ്ക്ക് ആൻസിയാനിയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല മിക്സ് ചെയ്തോ അത് ഓക്കെ. കുറച്ച് ചാറ്. വാവ്, മതി മതി. നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർ ഉണ്ട്. ഊഫ്, വായിലിടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാ. കഴിഞ്ഞ വട്ടം ഉണ്ടാക്കിയതിനെക്കാട്ടും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇനി ഉണ്ടാക്കി തരണേ, ഇത് പഠിപ്പിച്ചും തരണേ. പഠിപ്പിച്ചു തരാം, മോനുണ്ടാക്കണം കേട്ടോ. നമ്മളുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റ് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും.